ബാലഭാസ്കറിന്റെ ഡ്രൈവറായിരുന്ന അർജുന് പെരിന്തൽമണ്ണയിലെ സ്വർണ്ണക്കടത്ത് സംഘവുമായിട്ടുണ്ടായിരുന്ന ബന്ധം സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ കൃത്യമായി ഇത് സംബന്ധിച്ച സന്ദേശം പങ്കുവെച്ചത് ബാലഭാസ്കറിന്റെ ബന്ധു കൂടിയായ പ്രിയ വേണുഗോപാലാണ്. പ്രിയ ന്യൂസ് 18നോടൊപ്പം ചേരുന്നു. പ്രിയ, ഇങ്ങനെയൊരു സംശയം ബലപ്പെടുമ്പോൾ, അച്ഛനടക്കം അത് വീണ്ടും ആവർത്തിച്ച് പറയുമ്പോൾ 3 തരത്തിൽ അന്വേഷണം നടന്നതാണ്. പോലീസും, ആദ്യം CBI, പിന്നീട് വീണ്ടും ക്രൈംബ്രാഞ്ച്, പിന്നീട് CBI. ഇനി എന്താണ് നിയമപരമായിട്ട് നിങ്ങൾക്ക് ഇതിൽ പ്രായോഗികമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണ്? ഇപ്പോൾ രണ്ടാമത്തെ CBI ടീം അന്വേഷിച്ച ഫൈനൽ റിപ്പോർട്ട് തിരുവനന്തപുരം CJM കോർട്ടിൽ സബ്മിറ്റഡ് ആണെന്നാണ് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. ഫൈനൽ റിപ്പോർട്ട് പൂർണ്ണമായും ഞങ്ങൾ വായിച്ചിട്ടില്ല. അതിലെ ഡീറ്റെയിൽസും കൂടെ അറിഞ്ഞതിന് ശേഷമേ നമുക്ക് എന്തെങ്കിലും ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റും, അടുത്ത നടപടി എന്താണ് വേണ്ടതെന്നുള്ളത്. പക്ഷേ ഇപ്പോൾ പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, കോടതിയിൽ ഇരിക്കുന്ന ഒരു കാര്യം എന്നുള്ളത് കൊണ്ട് ഇതിനൊരു കൗണ്ടർ നമ്മൾ എന്തായാലും ഫയൽ ചെയ്യേണ്ടി വരുമല്ലോ CJM കോർട്ടിൽ. അപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു കേസിൻ്റെ കാര്യം കൂടി മെൻഷൻ ചെയ്യേണ്ടതായി വരും. കാരണം CBI കൊടുത്തിട്ടുള്ള എല്ലാ റിപ്പോർട്ടിലും, ഈ ഇപ്പോഴത്തെ റിപ്പോർട്ടിൽ ഉൾപ്പെടെ ഞങ്ങൾ മനസ്സിലാക്കിയത്, അർജുൻ്റെ ക്രിമിനൽ പശ്ചാത്തലത്തെ മനസ്സിലാക്കി തന്നെ അർജുനെ നന്നാക്കാൻ വേണ്ടി മാത്രം ബാലഭാസ്കർ കൂടെ കൂട്ടിയ ഒരാളാണ്. അല്ലാതെ മറ്റൊരു തരത്തിലും ഈ ഒരു ആംഗിളിൽ, ഗോൾഡ് സ്മഗ്ലിങ്ങുമായിട്ടുള്ളൊരു ആംഗിളിൽ അർജുന് ബന്ധമൊന്നുമില്ല എന്ന് വളരെ വ്യക്തമായി CBI വീണ്ടും സ്ഥിരീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് റിപ്പോർട്ടിലെന്നാണ്. അപ്പോൾ അതിനെ പൂർണ്ണമായും ഖണ്ഡിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ വരുന്ന കേസിൻ്റെ വിവരങ്ങൾ. അപ്പം ഞങ്ങൾ അന്നേ പറഞ്ഞിരുന്ന ഒരു കാര്യം, അർജുൻ വളരെ കൃത്യമായി അവിടെ പ്ലേസ്ഡ് ആയിരുന്നു. ഞങ്ങളോട് അന്നും ചോദിച്ചൊരു ചോദ്യം, സ്വന്തം ജീവൻ റിസ്ക് ചെയ്ത് ഒരാൾ ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് വരുത്തി വെക്കുമോ എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സ്വർണം തട്ടിക്കലോ അല്ലെങ്കിൽ സ്വർണം പൊട്ടിക്കലോ എന്ന് ടെക്നിക്കലി പറയുന്ന പോലെ അങ്ങനെ ഒരു കാര്യത്തിന് വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഡ്രൈവർ ആണെന്നുള്ളത് വ്യക്തമായല്ലോ ഇപ്പോൾ ഈ ഒരു കേസോടുകൂടി. ഇതിനു മുൻപും അർജുൻ്റെ പേരിലുള്ള കേസുകളിൽ ആൾ ഡ്രൈവർ ആയിരുന്നു. അപ്പോൾ ഹീ സ്പെഷ്യലൈസ്ഡ് ഇൻ ദിസ് ഏരിയ, ഗോൾഡ് സ്മഗ്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ആക്സിഡൻറ്റിൽ അർജുനെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തത് വളരെ പ്ലാൻഡ് ആയിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് സ്വർണം പൊട്ടിക്കൽ എന്നുള്ളൊരു ഒരു വശത്ത് അങ്ങനെ ഒരു ആംഗിളും തുറന്നു കിട്ടുന്നു വീണ്ടും. അതുപോലെ തന്നെ പ്ലാൻഡ് ആയിട്ടുള്ളൊരു. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട സംശയം, അങ്ങനെയാണെങ്കിൽ ഈ അർജുനെ സംബന്ധിച്ച് ഇത്രയും ഒരു ക്രിമിനൽ പശ്ചാത്തലമുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ബാലഭാസ്കറിനെ പോലെ ഒരാൾക്ക് ഇത് അറിയാൻ സാധിക്കാതെ പോയി? ഒരുപാട് സുഹൃത്ത് വലയമുള്ളയാളാണ് ബാലു. എന്തുകൊണ്ടാണ് അത് മനസ്സിലാക്കാൻ കഴിയാതെ പോയതെന്നാണ് ഈ അർജുൻ എന്ന് പറയുന്നത് ഒരു സാധാരണ ക്രിമിനൽ എന്നുള്ള രീതിയിലല്ലല്ലോ പരിചയം. ബാലഭാസ്കറിന്റെ കുടുംബവുമായി വളരെയധികം ബന്ധം പുലർത്തിയിരുന്ന പാലക്കാട് പൂന്തോട്ടം ആയുർവേദ ആശ്രമത്തിലെ ഒരു കുടുംബാംഗം എന്നുള്ള രീതിയിലാണ്. വളരെ ചെറുതിലെ മുതലേ അർജുനെ ആ രീതിയിൽ പരിചയമുള്ള ഒരു ആളാണ് ബാലഭാസ്കർ. അപ്പോൾ ബാലുച്ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫാമിലി അഫെയർ ആണ്, ഒരു ഫാമിലി ഫ്രണ്ട് എന്നുള്ള രീതിയിലുള്ള കൺസിഡറേഷനാണ്. അപ്പോൾ ഈ കുട്ടിയെ നന്നാക്കണം, ഇങ്ങനെ വഴിതെറ്റി പോകുന്നു എന്ന് പറഞ്ഞ് ആ ഫാമിലി തന്നെ ബാലുച്ചേട്ടനെ ഏൽപ്പിച്ചു എന്ന് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ ആ കുട്ടി പഠിച്ച പശ്ചാത്തലത്തിലോ അല്ലെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ടോ വെച്ച് ബാലുച്ചേട്ടൻ കൂടെ നിർത്തിയാൽ മതി. സ്വന്തം ട്രൂപ്പിൻ്റെ കൂടിയോ ഒരു മാനേജർ എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ മ്യൂസിക്കുമായി ബന്ധപ്പെട്ട കാര്യത്തിലോ ഒക്കെ ബാലുച്ചേട്ടനെ കൺസിഡർ ചെയ്യാം. ഇത് അതൊന്നുമില്ലാതെ ആ അർജുൻ എന്ന് പറയുന്ന ആള് തിരുവനന്തപുരത്ത് വന്നിരിക്കുന്നത് വിഷ്ണു സോമസുന്ദരത്തിന്റെ കെയർ ഓഫിലാണ്. വിഷ്ണുവിന്റെ കെയർ ഓഫിൽ സൺ ഹോംസിൽ ഒരു ജോലിയുമായിട്ടാണ്. അവിടെയും ഡ്രൈവർ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എനിക്ക് തോന്നുന്നു ലൈസൻസ് എടുത്തത് പോലും ബാലുച്ചേട്ടന്റെ കൂടെ ഇവിടെ വന്ന് തിരുവനന്തപുരത്ത് വന്നതിന് ശേഷം. അപ്പോൾ ഒരു ഇനീഷ്യലി ഉള്ള ഒരു ഫാമിലി ബോണ്ടിങ് വെച്ചിട്ട് ഒരു കെയർ ടേക്കറായി ബാലുച്ചേട്ടൻ നിലനിന്നു എന്നുള്ളതിൽ കവിഞ്ഞ് അർജുൻ്റെ ബാക്കി എല്ലാ കാര്യത്തിലും കാര്യങ്ങൾ നടത്തിച്ചിരിക്കുന്നത് വിഷ്ണു സോമസുന്ദരമാണ്. അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ അർജുൻ ആ ഒരു ഇന്നസെൻസിലല്ല അദ്ദേഹത്തോട് ഇടപെട്ടിരുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ ബാലുവിന് കഴിയാതെ പോയി എന്നാണ് പറഞ്ഞത്. എക്സാക്ട്ലി. ബാലുചേട്ടന് പറ്റിയ അബദ്ധങ്ങളെ പറ്റി തന്നെയാണല്ലോ ഞങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ടിരുന്നത്. കാരണം കൂടെ ഇരുന്ന എല്ലാവരും ഇതുപോലെ ഒരു ഗോൾഡ് സ്മഗ്ലിംഗ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ബന്ധപ്പെട്ടവരായിരുന്നു എന്നുള്ളത് അറിയുന്ന ഒരു വ്യക്തിയായിരുന്നെങ്കിൽ, ഇപ്പോൾ ഒരുപാട് പേര് ഞങ്ങളോട് തിരിച്ചെപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇതിപ്പോൾ ബാലു ഇൻവോൾവ് ആയിരുന്നിരിക്കണമല്ലോ, അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു സർക്കിളിൽ തിരിച്ചറിയുന്നത്. ഞങ്ങളതിനെ വളരെ വ്യക്തമായി തന്നെ കാണുന്നത് ഇങ്ങനെയാണ്. അങ്ങനെ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരാണ് ഇവരെന്ന് ബാലുചേട്ടൻ പൂർണ്ണമായി അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളൊന്നും ഇവരെ അറിയാൻ സാധ്യത തന്നെ ഇല്ല. ബാലുചേട്ടൻ ഇങ്ങനെ ഒരു ഫാമിലി അഫെയർ ആയിട്ടോ ഒരു സെലിബ്രേറ്ററി ഒരു ഇതായിട്ടോ ഇവരെ കൊണ്ടു നടക്കില്ല. ഇപ്പോൾ പ്രകാശ് തമ്പി എന്ന് പറഞ്ഞ ആളാണെങ്കിലും വളരെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ പല കാര്യങ്ങൾക്കും എന്നാൽ തമ്പിയെ വിളിക്കാം എന്ന് ബാലുചേട്ടൻ പറയുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ക്രിമിനൽ ആണെങ്കിൽ, ഇങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലമോ അങ്ങനെ ഒരു ഡീലിങ്ങോ ബാലുചേട്ടനുമായിട്ട് ഇവർക്ക് വ്യക്തമായിട്ടുണ്ടായിരുന്നെങ്കിൽ, പ്രത്യക്ഷത്തിലുണ്ടായിരുന്നെങ്കിൽ ബാലുചേട്ടൻ ഒരിക്കലും ഫാമിലിയെ ഇവരുമായിട്ട് ബന്ധിപ്പിക്കില്ലല്ലോ. അപ്പോൾ ഒരു പ്രധാന സംശയം കൂടെ, നിങ്ങൾ ഉന്നയിക്കുന്ന ഈ ആരോപണം ബാലു ഏറ്റവും സ്നേഹിച്ചിരുന്ന ബാലുവിൻ്റെ ഭാര്യ ലക്ഷ്മിയുടെ ഭാഗത്ത് നിന്ന് ഉന്നയിക്കപ്പെടുന്നതായി കാണുന്നില്ല.
അതിൻ്റെ കാരണം എന്തായിരിക്കും? ഞങ്ങൾക്ക് യാതൊരു തരത്തിലും പ്രതികരിക്കാൻ പറ്റാത്തൊരു ചോദ്യമാണത്. കാരണം ഞങ്ങൾ പൂർണ്ണമായും കട്ട് ഓഫാണ്. 2019 ശേഷം, അതായത് ബാലുചേട്ടൻ ജീവനോടെ ഉണ്ടായിരുന്നിടത്തോളം ഞങ്ങൾ എല്ലാവരും ഹോസ്പിറ്റലിൽ വരെ ഉണ്ടായിരുന്നതാണ്. എല്ലാ കാര്യങ്ങൾക്കും ഓടി നടന്നതും, ലക്ഷ്മിയുടെ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങൾക്കും ഓടി നടന്നതും ഹോസ്പിറ്റലിൽ ഞങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടോ മരണശേഷം പിന്നെ ഞങ്ങൾ കേൾക്കേണ്ടി വന്ന ആരോപണങ്ങളൊക്കെ വളരെ വ്യത്യസ്തമാണ്. 2019 ജാനുവരിയിലോ ജാനുവരിയിൽ തന്നെയാണെന്ന് തോന്നുന്നു. അന്നാണ് ബാലുചേട്ടൻ്റെ അച്ഛൻ അവസാനമായിട്ട് ബാലുചേട്ടൻ്റെ തന്നെ വീട്ടിൽ ഹിരൺമയയിൽ പോയതും ലക്ഷ്മിയുടെ കൂടെ ഇവരൊക്കെ തന്നെ ഈ പൂന്തോട്ടത്തിലെല്ലാതെയും തമ്പിയും ഒക്കെ നിൽക്കുന്നത് കണ്ട് ആ ഒരു അസ്വസ്ഥത പ്രകടിപ്പിച്ചപ്പോഴത്തേക്കും അന്ന് അവിടെ നിന്ന് ഇറക്കി വിടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അതിനുശേഷം ബാലുചേട്ടൻ്റെ അച്ഛൻ അങ്ങോട്ട് പോയിട്ട് തന്നെ ഇല്ല. സ്വന്തം മകൻ്റെ വീടാണെന്ന് ഓർക്കണം. അതിനുശേഷം യാതൊരു കോൺടാക്റ്റും ലക്ഷ്മിയായിട്ട് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ എന്തുകൊണ്ട് ലക്ഷ്മി പറയുന്നില്ല എന്നുള്ളതിനെ കുറിച്ച് ലക്ഷ്മി മൗനമായി ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും നിയമപരമായി സമാന്തരമായ ഈ പോരാട്ടം നടത്തുന്നതായി നിങ്ങൾക്ക് അറിയാമോ? ഇല്ല, അങ്ങനൊരു കാര്യം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അന്വേഷണ ഉദ്യോഗസ്ഥരും അങ്ങനെ പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് കുടുംബവുമായിട്ട് ബന്ധമില്ലായിരുന്നു ബാലുവിന് എന്നുള്ളത് തന്നെയാണ് ഓരോ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അടുത്തും ലക്ഷ്മി പറഞ്ഞതായി അവർ ഞങ്ങളെ അറിയിച്ചിട്ടുള്ളത്. അപ്പോഴും ഞങ്ങൾക്ക് നേരിട്ടുള്ള ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഒന്നുമില്ല. ഞങ്ങൾ അറിയുന്ന എല്ലാ സർക്കിളിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക പ്രതികരണം എന്ന് പറയുന്നത് ലക്ഷ്മിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ബാലുവിന് കുടുംബവുമായിട്ട് അങ്ങനെ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തിനാണ് ഇവരിങ്ങനെ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞങ്ങൾ സംസാരിക്കുന്നത്, ഇവിടെ ഊഹാപോഹങ്ങളല്ല. അങ്ങനെയാണ്. എന്തായാലും ഒരു വെളിപ്പെടുത്തൽ അതിൽ സ്വാഭാവികമായി ഇനി നിയമപരമായ വഴിയിലൂടെ തന്നെ അതിനെ നേരിടാനുള്ള ഒരു നീക്കമായിരിക്കുമല്ലോ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ. അതായത് CBI ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അർജുനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ സംബന്ധിച്ചുകൂടി CBI ധരിപ്പിക്കുക, നിയമപരമായി തന്നെ പോവുകയാണ്. അതെ, ഇവിടെ തീർച്ചയായും ആക്ഷൻ എടുക്കേണ്ടത് CBI തന്നെയാണ് എന്നുള്ളത് കൊണ്ട് ഇന്നലെ പെരിന്തൽമണ്ണ DYSP പറയുന്നത് കേട്ടു, തുടരന്വേഷണത്തിന് സ്കോപ്പില്ല അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധമില്ല. ഞങ്ങൾ അങ്ങനെയൊന്നും സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടില്ല, അങ്ങനെയൊന്നും ഞങ്ങൾ പറയുന്നുമില്ല. നേരെ മറിച്ച് ഇത് CBIയുടെ കേസാണ്, കോടതിയിലുള്ള കേസാണ്. അപ്പോൾ തീർച്ചയായും ആ രീതിയിൽ തന്നെ നടപടി മുന്നോട്ട് പോകും.